കൂട്ടുകാർ FM 90.0 കർഷകന്റെ റേഡിയോ, കർഷകന്റെ വാക്ക്, കൃഷിയുടെ കൂട്ട്. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. FACT കാർഷിക സ്പോൺസർഡ് പരിപാടി. തെങ്ങിന്റെ പോഷണത്തിൽ ബോറോണിന്റെ പങ്ക്. എല്ലാ സസ്യങ്ങളുടെയും വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ സൂക്ഷ്മ പോഷകങ്ങളിൽ ഒന്നാണ് ബോറോൺ. പ്രകൃതിയിൽ ബോറോൺ പ്രധാനമായും കാൽസ്യം, സോഡിയം എന്നിവയുടെ ബോറേറ്റുകളായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് ടൂർമലിൻ രൂപത്തിൽ മണ്ണിൽ അടങ്ങിയിരിക്കുന്നു. കോശഭിത്തിയുടെ ഘടനയിൽ ഉൾപ്പെട്ട മൂലകമാണ് ബോറോൺ. കൂടാതെ സസ്യവ്യവസ്ഥയിലെ നിരവധി പ്രവർത്തനങ്ങളിലും ബോറോൺ ഉൾപ്പെട്ടിരിക്കുന്നു. ചെടികളിലെ പരാഗണത്തിലും ബീജസങ്കലനത്തിലും ഇത് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ബോറോൺ ഒരു സൂക്ഷ്മ മൂലകമായതിനാൽ ഇതിൻ്റെ അപര്യാപ്തതയും ആധിക്യവും തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വിവിധ ഇനങ്ങളിലും വർഗത്തിലും പെട്ട സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബോറോണിൻ്റെ അളവ് വ്യത്യസ്തമാണ്. ചെടികളിൽ ഇതിൻ്റെ ആവശ്യകത 1 മുതൽ 1000 ppm വരെയാണ്. സസ്യങ്ങളുടെ ഘടനാപരവും പോഷകപരവുമായ പല പ്രവർത്തനങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ബോറോണിൻ്റെ അഭാവത്തെ പോഷകാഹാരക്കുറവിലുള്ള രോഗം എന്ന് വിശേഷിപ്പിക്കുന്നു. സസ്യങ്ങൾ ബോറിക് ആസിഡ് രൂപത്തിലാണ് ബോറോൺ ആഗികരണം ചെയ്യുന്നത്. പൊതുവെ തെങ്ങ് പോലുള്ള ഒറ്റത്തടി സസ്യങ്ങൾക്ക് ശാഖകളുള്ള മറ്റു സസ്യങ്ങളെക്കാൾ കുറഞ്ഞ അളവിൽ മാത്രമേ ബോറോൺ ആവശ്യമുള്ളൂ. അതിനാൽ ഇത്തരം സസ്യങ്ങൾക്ക് ബോറോണിൻ്റെ അമിതമായ അളവിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് കുറവാണ്. തെങ്ങ് ഒരു ഒറ്റത്തടി വിളയാണെങ്കിലും അതിൻ്റെ ബോറോൺ ആവശ്യകത താരതമ്യേന കൂടുതലാണ്. അതിനാൽ നാളികേര ഉൽപാദനം മെച്ചപ്പെടുത്തുന്നതിൽ ബോറോൺ തെങ്ങിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഉൽപാദനം മെച്ചപ്പെടുത്തുന്നതിൽ ബോറോൺ തെങ്ങിൽ വലിയ പങ്ക് വഹിക്കുന്നു. തെങ്ങ് ഒരു വൃക്ഷവിളയായതിനാൽ ബോറോണിൻ്റെ കുറവ് പ്രാരംഭഘട്ടത്തിൽ തന്നെ പരിഹരിച്ചില്ലെങ്കിൽ പിന്നീട് ഇത് പരിഹരിക്കാൻ കൂടുതൽ സമയമെടുത്തേക്കാം. അതുകൊണ്ട് മണ്ണിലെയും ചെടിയിലെയും ബോറോണിൻ്റെ നിലവാരം പരിശോധിച്ചറിയേണ്ടതാണ്. ചെടികൾക്ക് ബോറോൺ പരമാവധി അളവിൽ ലഭ്യമാകുന്നത് മണ്ണിൻ്റെ pH മൂല്യം 5 മുതൽ 7 ആയിരിക്കുമ്പോഴാണ്. മണ്ണിൻ്റെ pH 7.5 മുകളിൽ ആകുമ്പോൾ ബോറോണിൻ്റെ ലഭ്യത കുറയുന്നു. അതുകൊണ്ട് അമിതമായി കുമ്മയം നൽകുന്നത് ബോറോണിൻ്റെ ലഭ്യതക്കുറവിന് കാരണമായേക്കാം. ശരിയായ അളവിൽ ബോറോൺ അടങ്ങിയ വളങ്ങൾ കൃത്യസമയത്ത് നൽകുന്നതിലൂടെ ബോറോണിൻ്റെ കുറവ് പരിഹരിക്കാവുന്നതാണ്. ബോറോണിന് ചെടികളിൽ പല ധർമ്മങ്ങളുണ്ട്. ഇത് പ്രധാനമായും കോശഭിത്തി രൂപീകരണം, അന്നജങ്ങളുടെ സംക്രമണം, ആസ്യരന്ധ്രം തുറക്കുന്നതും അടയ്ക്കുന്നതും, ഇലകളിലെ ആസ്യരന്ധ്രത്തിലേക്കുള്ള പൊട്ടാസ്യത്തിൻ്റെ വിനിമയം, വളർച്ചാ ഹോർമോണുകളുടെ രാസവിനിമയം, സസ്യശ്വസനം, പയറുവർഗ്ഗങ്ങളിലെ നൈട്രജൻ സ്ഥിരീകരണം, പരാഗനാളിൻ്റെ വികസനം, പരാഗണം, കൂമ്പോല രൂപീകരണം, പൂക്കളുടെ ഉൽപാദനം, ആന്തർ രൂപീകരണം, പൂക്കളുടെയും പഴങ്ങളുടെയും വളർച്ച, വിത്തിൻ്റെ രൂപീകരണം, പാർശ്വവേരുകളുടെ വികസനം, നേർത്ത വേരുകളുടെ രൂപീകരണം തുടങ്ങിയവയും ബോറോൺ ആവശ്യമാണ്. തെങ്ങിൽ ബോറോണിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ് പുതുതായി ഉണ്ടാകുന്ന കോശങ്ങളുടെ വികാസം, അമിനോ അമ്ലങ്ങളുടെ പ്രോട്ടീനുകളുടെയും ദഹനം, ജലസമ്പർക്ക പരിപാലനം, കോശഭിത്തി വികസനത്തിനായുള്ള പെക്റ്റിൻ രൂപീകരണം തുടങ്ങിയവ. കൂടാതെ ചെടികളിൽ വിവിധ ഭാഗങ്ങളിലേക്ക് പഞ്ചസാരയുടെ വിനിമയം, പരാഗരേണുവിൻ്റെ രൂപീകരണം, കായ്ക്കുന്നതും പൂവിടുന്നതുമായ പ്രക്രിയകൾ, സസ്യങ്ങളുടെ പോഷണോപാപചയം തുടങ്ങിയവയ്ക്കും ബോറോൺ ആവശ്യമാണ്. നാളികേര ഉൽപാദനത്തിൽ നന്നായി കായ്ഫലം ഉണ്ടാക്കുന്നതിന് നാളികേര കാമ്പിൻ്റെ ശരിയായ വളർച്ചയിലും ബോറോൺ പ്രധാന പങ്ക് വഹിക്കുന്നു. വേണ്ടത്ര അളവിൽ ബോറോൺ ലഭിച്ചില്ലെങ്കിൽ ഇളം തെങ്ങുകളിൽ വേരുകളുടെ വളർച്ചയെ, ഇളം തെങ്ങോലകളുടെ വികാസത്തെയും ഇത് ബാധിക്കും. പൊട്ടാസ്യത്തിനോടൊപ്പം ആസ്യരന്ധ്രങ്ങളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്നതിലും ബോറോൺ നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. ബോറോൺ സസ്യങ്ങൾക്കുള്ളിൽ സഞ്ചരിക്കാത്തൊരു മൂലകമായതിനാൽ ഇളം ഓലകളിലാണ് ബോറോണിൻ്റെ അപര്യാപ്തത ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. പുതിയ ഓലകൾ വരുന്നതുവരെ ഈ ലക്ഷണങ്ങൾ ഇലകളിൽ കാണുവാൻ സാധിക്കും. ഓലകളിൽ ബോറോണിൻ്റെ അഭാവത്തിൻ്റെ പ്രാരംഭ ലക്ഷണം ഓലകളുടെ അറ്റം വളഞ്ഞ് ഹുക്ക് അഥവാ കൊളുത്തുപോലെ കാണപ്പെടുന്നതാണ്. ഓലകളിൽ ക്രമമില്ലാത്ത രീതിയിൽ മടക്കുകൾ കാണാനാകും. ഓലക്കാലുകൾ ശരിയായി വിടരാതെ പരസ്പരം ഒട്ടിയിരിക്കുന്നതായി കാണാവുന്നതാണ്. ഇതിനെ
ഫാസിയേഷൻ എന്ന് വിളിക്കുന്നു. പുതുതായി ഉണ്ടാകുന്ന നാമ്പോലകൾ വിടരുന്നതിൽ പരാജയപ്പെടുന്നു. അതിനാൽ തുറക്കാത്ത ഒന്നിലധികം നാമ്പോലകൾ തെങ്ങിൻ തലപ്പിൽ ദൃശ്യമായേക്കാം. ഓലകളുടെ വലിപ്പം കുറയുക, ഓലകൾ പെട്ടെന്ന് പഴുത്ത് പൊഴിയാറാവുക, ഇളം ഓലകളിലെ മൃദുകോശങ്ങൾ കരിയുക തുടങ്ങിയവയാണ് മറ്റ് ലക്ഷണങ്ങൾ. ബോറോണിന്റെ അഭാവം രൂക്ഷമായാൽ പുതുതായി രൂപം കൊള്ളുന്ന ഓലകൾ നാരായം പോലുള്ള കൂമ്പുകളായി രൂപപ്പെടുകയും തൽഫലമായി തെങ്ങിൻ തലപ്പ് ശരിയായി വളരാതെയും ചെയ്യും. പൂങ്കുലകൾ ശരിയായി വിടരാതെ ഒട്ടിപ്പിടിച്ച് നശിച്ചു പോകുന്നു. വിടർന്ന പൂങ്കുലകളിൽ പരാഗണം ശരിയായി നടക്കാത്തതിനാൽ പൂങ്കുലകൾ കരിഞ്ഞുണങ്ങുന്നു. ഓരോ പൂങ്കുലയിലും ഉണ്ടാകുന്ന പെൺപൂക്കളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നതോടൊപ്പം ഉണ്ടാകുന്ന മച്ചിങ്ങകൾ ചെടിയിൽ നിന്ന് എളുപ്പത്തിൽ കൊഴിഞ്ഞു പോകുകയും ചെയ്യുന്നു. തേങ്ങാക്കുലയിൽ ഒരു വലിയ തേങ്ങയ്ക്കൊപ്പം നിരവധി ചെറിയ മച്ചിങ്ങ വലിപ്പമുള്ള തേങ്ങകളും ചേർന്ന് തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും എന്ന ലക്ഷണം നൽകുന്നു. തേങ്ങയുടെ തൊണ്ടിൽ നീളത്തിൽ പിളർപ്പുകൾ പ്രത്യക്ഷപ്പെടാം. പൊതിച്ച തേങ്ങയിലും നീളത്തിൽ പിളർപ്പുകൾ കാണപ്പെട്ടേക്കാം. തേങ്ങയുടെ കാമ്പ് ശരിയായി രൂപപ്പെടാതിരിക്കുകയും കറുത്ത നിറത്തിൽ കാണപ്പെടുകയും ചെയ്യുന്നു. നല്ല ആരോഗ്യമുള്ള വേരുകളുടെ വളർച്ച കുറയ്ക്കുകയും കട്ടിയുള്ള ഇരുണ്ട വേരുകളുടെ തോത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ബോറോണിന്റെ കുറവ് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഇവയാണ്. മണ്ണിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ബോറോൺ എന്നിവ തമ്മിൽ സന്തുലിതാവസ്ഥ ഉണ്ടായിരിക്കണം. ഇത് ശരിയായ വളപ്രയോഗത്തിലൂടെ കൈവരിക്കാവുന്നതാണ്. തെങ്ങൊന്നിന് പ്രതിവർഷം 30 കിലോഗ്രാം എന്ന തോതിൽ ആവശ്യമായ ജൈവവളങ്ങൾ നൽകുക. അസിഡിറ്റി അഥവാ പുളിപ്പ് ഉള്ള മണ്ണിൽ 5 മുതൽ 6.5 വരെ pH നിലനിർത്താൻ ആവശ്യമായ അളവിൽ കുമ്മായം മണ്ണിൽ ചേർത്ത് മണ്ണിന്റെ pH ശരിയാക്കുക. മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ഉറപ്പാക്കുക. പ്രത്യേകിച്ച് വളപ്രയോഗം നടത്തിയ തെങ്ങിൻതോപ്പിൽ ബോറോണിന്റെ ആഗീകരണത്തെ മെച്ചപ്പെടുത്താൻ ശരിയായ അളവിൽ ജലസേചനം ഉറപ്പുവരുത്തുക. നല്ല മഴയോ വരണ്ട കാലാവസ്ഥയോ ഉള്ള പ്രദേശങ്ങളിലും അതുപോലെ മണലോ പാറയോ ഉള്ള മണ്ണിലും ശുപാർശ ചെയ്യുന്ന അളവിൽ ബോറോൺ ഇടയ്ക്കിടെ ഉപയോഗിക്കേണ്ടതാണ്. അസിഡിറ്റി അഥവാ പുളിപ്പ് ഉള്ള മണ്ണിൽ ബോറോൺ കുറവുള്ള സാഹചര്യത്തിൽ തെങ്ങൊന്നിന് പ്രതിവർഷം 75 മുതൽ 100 ഗ്രാം ബോറാക്സ് നൽകാം. ബോറോണിന്റെ കുറവ് രൂക്ഷമായ അവസ്ഥയിൽ ലക്ഷണം അപ്രത്യക്ഷമാകുന്നതുവരെ തെങ്ങൊന്നിന് 40 മുതൽ 50 ഗ്രാം ബോറാക്സ് എന്ന തോതിൽ 3 മുതൽ 4 മാസത്തിലൊരിക്കൽ പതിവായി ഉപയോഗിക്കുക. പൊട്ടാസ്യവും കാൽസ്യവും കഴിഞ്ഞ് തെങ്ങിന് ഏറ്റവും ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട പോഷകമാണ് ബോറോൺ. തെങ്ങിന് ബോറോണിന്റെ ലഭ്യത പ്രധാനമായും മണ്ണിന്റെ pH, ഈർപ്പം, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം എന്നിവയുടെ സന്തുലിതാവസ്ഥ എന്നീ കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. ആയതിനാൽ ഈ ഘടകങ്ങളിലുള്ള വ്യതിയാനം അനുസരിച്ചാണ് ബോറോണിന്റെ അപര്യാപ്തത ലക്ഷണങ്ങൾ ചെടികളിൽ പ്രകടിപ്പിക്കുന്നത്. മണ്ണിന്റെയും ഓലയുടെയും പരിശോധന വഴി ബോറോണിന്റെ അളവ് കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയുന്നു. ബോറോൺ അടങ്ങിയ വളങ്ങളുടെ സമയോചിതമായ പ്രയോഗത്താൽ ബോറോണിന്റെ കുറവ് മൂലമുള്ള ലക്ഷണങ്ങൾ പരിഹരിക്കാനും തെങ്ങുകളുടെ വളർച്ചയും വിളവും മെച്ചപ്പെടുത്താനും കഴിയും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിൽ സസ്യജാലങ്ങളുടെ പങ്ക് പണ്ട് മുതൽക്കേ മികവേറിയതാണ്. ആദ്യം മനുഷ്യന്റെ ജീവിതം വനത്തെയും അതിലെ ഔഷധ സസ്യങ്ങളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോരുന്നത്. കാലാവസ്ഥ വ്യതിയാനത്താൽ വനത്തിൽ തീ പടർന്നു പിടിച്ചതോടെ പാകം ചെയ്യുന്നതിലേക്കും അതേ തുടർന്നുള്ള ആസ്വാദനത്തിലേക്കും കടന്നു. എന്നാൽ മനുഷ്യൻ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചതും വനത്തിൽ നിന്ന് തന്നെയായിരുന്നു. ജീവിക്കുന്നതിനുള്ള ഉപായങ്ങൾ വനമാണ് മനുഷ്യന് നൽകിയത്. വനവിഭവങ്ങളും ആവശ്യാനുസരണം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ടായിരുന്നു. പരിണാമത്തിൻ്റെ പല വഴികളിലൂടെ സഞ്ചരിച്ച് ഇന്നത്തെ രീതിയിലെത്തി നിൽക്കുന്നു മനുഷ്യൻ. പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ സമൂഹം ഇന്നും മുൻപന്തിയിൽ നിൽക്കുന്നു. അപ്പോൾ മനുഷ്യന് യാതൊരുവിധ ആപത്തും ഉണ്ടാക്കുന്നില്ല എന്നത് തന്നെയാണ് മേന്മ. വൃക്ഷങ്ങൾ സമൃദ്ധമായി തിങ്ങി നിറഞ്ഞ നാടാണ് കേരളം. കൊക്കോസ് നൂസിഫറ എന്ന ശാസ്ത്രനാമത്തിൽ അരക്കേഷ്യ എന്ന കുടുംബത്തിൽപ്പെട്ട വൃക്ഷമാണ് തെങ്ങ്. ഏത് കാലാവസ്ഥയിലും അനുകൂലമായി തന്നെ വളരാൻ സാധിക്കുന്ന തെങ്ങ് കൃത്യമായ പരിചരണവും വളവും നൽകിയാൽ കായ്ഫലം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ഏവർക്കും അറിയാം. പ്രധാനപ്പെട്ട നാണ്യവിളയായ തെങ്ങിന് ദൃഢബലം, ലാംഗലി, കൂർച്ചം, കേരവൃക്ഷങ്ങൾ നിറഞ്ഞ നമ്മുടെ നാട് വളരെ മനോഹരമാണ്. കേരളം എന്ന പേരിൻ്റെ ഉത്ഭവം ഇതിൽ നിന്ന് തന്നെയാണല്ലോ. ജഗത്തിൽ ഔഷധശൂന്യമായ ഒരൊറ്റ ചെടി പോലും ഇല്ല എന്ന് പറയുന്നത് പോലെ
തെങ്ങെന്ന കൽപ്പവൃക്ഷത്തിൽ ഉപയോഗമില്ലാത്ത ഒന്നും തന്നെയില്ല. പൂജകളിൽ നാളികേരം ഔഷധപ്രദമായി കാണുന്നു. ഗണപതി പൂജയിൽ നാളികേരം ഉടയ്ക്കുന്നത് വിഘ്നം മാറ്റുന്നതിന് പ്രാധാന്യമർഹിക്കുന്നു. നാളികേരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ആരോഗ്യപരിപാലനത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. തെങ്ങിൻ വേരും ചുക്കും വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുന്നത് പനിക്കുള്ള ഒരു ഫലപ്രദമായ ചികിത്സയാണ്. വേര് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ മൂത്രതടസ്സം മാറുകയും വിരശല്യം ശമിക്കുകയും ചെയ്യും. കുട്ടികൾക്കും പ്രസവിച്ച സ്ത്രീകൾക്കും ഇവ ചേർത്തുള്ള ആഹാര വിഭവങ്ങൾ സാധാരണയായി നൽകാറുണ്ട്. കരിക്കിൻ വെള്ളം, തേങ്ങാവെള്ളം എന്നിവ വളരെ പോഷകസമൃദ്ധവും ആമാശയത്തിലെ ആഗിരണശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഫലപ്രദമാണ്. അടുത്തതായി തെങ്ങിൻ്റെ വിളപരിപാലനം നോക്കാം. പുതുകൃഷി. വെള്ളം കയറുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പെയ്തു തീരുന്നതോടെ പുതിയ തെങ്ങിൻ തൈകൾ നടാവുന്നതാണ്. തെങ്ങിൻ തടങ്ങളിലും തോട്ടത്തിലെ ഇടസ്ഥലങ്ങളിലും വിധിച്ചിരിക്കുന്ന പയർ പോലുള്ള പച്ചിലവള ചെടികൾ പകുതിയിലധികം പൂവിട്ടിട്ടുണ്ടെങ്കിൽ അവ മൺവെട്ടി ഉപയോഗിച്ച് കിളച്ച് തെങ്ങിൻ തടങ്ങൾ ചേർക്കണം. തെങ്ങിൻ തോട്ടത്തിൽ ട്രാക്ടർ ഉപയോഗിച്ച് വളച്ചെടികൾ ഉഴുതു ചേർക്കുകയാണെങ്കിൽ തെങ്ങിൻ്റെ തടിക്ക് ക്ഷതമേൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മഴയുടെ അപര്യാപ്തത മൂലം ആവശ്യത്തിന് ഈർപ്പം തെങ്ങിൻ തൈ നഴ്സറികൾ കിട്ടിയിട്ടില്ലെങ്കിൽ മഴ നല്ല ലഭിക്കുന്നത് വരെ തെങ്ങിൻ തൈകൾക്ക് ജലസേചനം തുടരണം. ആവശ്യാനുസരണം നഴ്സറികളിലെ കളകൾ നീക്കം ചെയ്യണം. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ തെങ്ങിൻ തോട്ടത്തിൽ ചാലുകൾ നിർമ്മിച്ച് അധിക വെള്ളം വാർന്നു പോകുന്നതിനുള്ള സൗകര്യമൊരുക്കുക. കനത്ത മഴ തുടർന്നാൽ പുതിയ തൈകൾ നട്ടിരിക്കുന്ന കുഴിക്ക് ചുറ്റും വരമ്പുകൾ തീർത്ത് മഴവെള്ളം കുഴിയിൽ കടക്കുന്നത് തടയണം. മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന തോട്ടങ്ങളിൽ മണ്ണ് 3 വർഷത്തിൽ ഒരിക്കലെങ്കിലും പരിശോധിക്കുന്നത് അഭികാമ്യമായിരിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രാസവളം ഏത് നൽകണമെന്ന് തീരുമാനിക്കാൻ സാധിക്കും. പ്രധാന തെങ്ങ് കൃഷി മേഖലകളിലെല്ലാം ഈ കാലവർഷ സീസണിലും മഴയുടെ ലഭ്യത ശരാശരിയിലും കുറവായിരുന്നു. ശരാശരി ലഭിക്കുന്നതിനേക്കാൾ മഴയുടെ അളവിൽ 40 മുതൽ 50% വരെ കുറവാണ്. മണ്ണിൻ്റെയും ഭൂപ്രകൃതിയുടെയും സ്വഭാവം അനുസരിച്ച് നാളികേര തോട്ടങ്ങളിൽ ജലസംരക്ഷണ മാർഗങ്ങൾ അനുവർത്തിക്കേണ്ടതാണ്. തെങ്ങിൻ തടത്തിൽ ഈർപ്പം സംരക്ഷിക്കുന്നതിനായി വിവിധ തരത്തിലുള്ള ജൈവവസ്തുക്കൾ ഉപയോഗിച്ച് മണ്ണ് ഉണങ്ങുന്നതിന് മുമ്പായി പുതയിടണം. പുതയിടുന്നതിനുള്ള നല്ല സമയം മഴക്കാലം തീരുന്നതോടെയാണ്. ഇതിനായി തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന 10 മുതൽ 15 വരെയുള്ള തെങ്ങോലകൾ മുറിച്ച് 2-3 അട്ടിയായി തെങ്ങിൻ്റെ 1.8 മീറ്റർ ചുറ്റളവിൽ അടുക്കണം. പുതയിടുന്നതിന് കൊയർപ്പിത്തും ഉപയോഗിക്കാം. കൊയർപ്പിത്തിന് ജലാകരണശേഷി കൂടുതലാണ്. ഇതുവഴി ഈർപ്പ സംരക്ഷണത്തിനൊപ്പം മണ്ണിൻ്റെ പുഷ്ടിയും വർദ്ധിക്കും. തെങ്ങിൻ തടത്തിൽ ചകിരി മലർത്തി അടിക്കുകയും ഈർപ്പ സംരക്ഷണം സാധ്യമാക്കാം. തെങ്ങിൻ തടത്തിൽ പുതയിടുന്നതിന് 250 മുതൽ 350 ചകിരി മതിയാവും. തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നും 30 സെന്റിമീറ്റർ വിട്ട് 2 മീറ്റർ ചുറ്റളവിൽ 2 അടുക്കായിട്ടാണ് ചകിരി നിരത്തേണ്ടത്. 2 നിര തെങ്ങുകൾക്കിടയിൽ 1.2 മീറ്റർ വീതിയും 6 മീറ്റർ ആഴവുമുള്ള ചാലുകൾ നിർമ്മിച്ച് അതിലും ചകിരി അടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ നിർമ്മിക്കുന്ന വരമ്പുകൾക്കിടയിൽ ഇടവിളയായി പൈനാപ്പിളും കൃഷി ചെയ്യാം. ചരിവുള്ള തോട്ടങ്ങളിൽ കോണ്ടൂർ രേഖ അടിസ്ഥാനമാക്കിയും ചാലുകൾ നിർമ്മിച്ച് തൊണ്ടടുക്കാവുന്നതാണ്. ചരിവുള്ള പ്രദേശങ്ങളിലെ തെങ്ങിൻ തടങ്ങളിൽ അർദ്ധചന്ദ്രാകൃതിയിൽ വരമ്പുകൾ നിർമ്മിച്ച് അതിലും പൈനാപ്പിൾ കൃഷി ചെയ്യാം. പതിവില്ലാത്ത വിധം കാലാവസ്ഥാ ഘടകങ്ങൾ മാറുകയും മഴയുടെ അളവ് ഗണ്യമായി കുറയുകയും ചെയ്ത സാഹചര്യത്തിൽ നീരുറ്റി കുടിക്കുന്ന കീടങ്ങളിലെ പ്രത്യേകിച്ച് മണ്ടരി, പിരിയൻ വെള്ളീച്ച തുടങ്ങിയ കീടബാധ മൂലമുള്ള വിളനഷ്ടം വർദ്ധിക്കുന്നതിനിടയാകും. ഈ സാഹചര്യത്തിൽ കൃഷിക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മണ്ടരിയുടെ ആക്രമണം മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനാണ്. കാരണം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ ഈ കീടത്തിന്റെ ആക്രമണം മൂലം നാളികേര മേഖലയിൽ വൻതോതിലുള്ള നഷ്ടം സംഭവിക്കുന്നു. ഇതുവരെ വെള്ളീച്ചയുടെ ആക്രമണം ഉണ്ടാകാത്ത ചില പ്രദേശങ്ങളിൽ അതിനുള്ള സാധ്യതയും കാണുന്നു. ഇവയ്ക്കെതിരെ ജൈവ രീതിയിലുള്ള പ്രതിരോധമാണ് സ്വീകരിക്കേണ്ടത്. തെങ്ങിനെ ബാധിക്കുന്ന മാരരോഗമായ കൂമ്പുചീയലും ഈ പ്രദേശത്താണ് കൂടുതലായി കാണുന്നത്. ഇതിനെതിരെയും കർശനമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. മഴയുടെ അളവിൽ സംഭവിക്കുന്ന കുറവും കാലാവസ്ഥയിലെ വ്യതിയാനങ്ങളും തെങ്ങിനെ ആക്രമിക്കുന്ന രോഗകീടങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കും. തെങ്ങിൻ തോട്ടത്തിലെ നിരീക്ഷണം കർശനമാക്കുന്നതിനൊപ്പം ഇവയ്ക്കെതിരെ ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും കൃഷിക്കാർ ശ്രദ്ധിക്കണം. അടുത്തതായി തെങ്ങിന്റെ കീടങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. തെങ്ങിന് നാശം വരുത്തുന്ന സർവ്വവ്യാപിയായ മാരക കീടം എന്ന നിലയിൽ കൊമ്പൻചെല്ലിയുടെ ആക്രമണം ആണ്ടുവട്ടത്തിൽ എല്ലാ സമയത്തും സാധാരണമാണ്. എന്നാൽ തെങ്ങിൻ തൈ നടുന്ന മഴക്കാലത്താണ് ഇവയുടെ ആക്രമണം കൂടുതൽ അനുഭവപ്പെടുന്നത്. ഈ സീസണിൽ നട്ട തെങ്ങിൻ തൈകളുടെ കത്തി കൂമ്പ് പോലും ഈ കീടത്തിന്റെ ആക്രമണത്തിന് വിധേയമാകും. കൊമ്പൻചെല്ലിയുടെ ആക്രമണം ഉണ്ടായ ചെറുതൈകളുടെ അടിയിൽ നിന്ന് ചിലപ്പോൾ ആനക്കൊമ്പ് പോലെ വളഞ്ഞ കൂമ്പുകൾ പ്രത്യക്ഷപ്പെടും. ചെമ്പൻചെല്ലി ആക്രമിച്ചാൽ തെങ്ങ് ചൊട്ടയിടാൻ കാലതാമസം നേരിടും. അടുത്ത കാലത്തായി കായ്കൾ തുറക്കുന്ന അവസ്ഥയിലേക്കും വണ്ടുകളുടെ ആക്രമണം എത്തിയതായി കാണുന്നുണ്ട്. കൊമ്പൻചെല്ലിയുടെ ആക്രമണത്തിന് ഇരയാകുന്ന തെങ്ങ് സ്ഥിരമായി ചെമ്പൻചെല്ലിയുടെ മുട്ടയിടൽ കേന്ദ്രമാകുന്നു. മാത്രമല്ല ഇവയിൽ കൂമ്പുചീയലിന് കാരണമാകുന്ന കുമിൾബാധയും ഉണ്ടാകുന്നു. പുഴുക്കൾ ആദ്യം ജൈവപദാർത്ഥങ്ങളെ പുല്ലിന്റെ വേരുകളും മറ്റും ആഹരിച്ച് വളരുകയും പിന്നീട് ഇടവിളകൾ ആക്രമിക്കുകയും ചെയ്യും.
മെയ് ജൂൺ മാസത്തിലാണ് ഇവ മണ്ണിൽ നിന്നും പുറത്തു വരിക. മണൽമണ്ണ് കലർന്ന കാസർഗോഡ് മേഖലയിൽ ഇവയുടെ ആക്രമം അതിരൂക്ഷമാണ്. തോട്ടം തുടർച്ചയായി ഉഴുതുമറിച്ചാൽ കീടങ്ങളുടെ ശല്യം ഗണ്യമായി കുറയ്ക്കാം. മഴക്കാലത്തിന് മുമ്പുള്ള വൈകുന്നേരങ്ങളിൽ വണ്ടുകൾ പുറത്തു വരുമ്പോൾ പിടിച്ചു നശിപ്പിക്കാം. തെങ്ങിൻ തടങ്ങളിൽ 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് വേരുകൾ പുഷ്ടിപ്പെടുത്താം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി മണ്ണ് സംരക്ഷണ വകുപ്പിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാം. മണ്ണ്, ജലം, ജൈവസമ്പത്ത് എന്നീ അമൂല്യങ്ങളായ പ്രകൃതി വിഭവങ്ങളുടെ ശാസ്ത്രീയമായ വിവരശേഖരണം നടത്തുകയും മണ്ണിൻ്റെ ഘടന, രാസ ഭൗതിക സ്വഭാവങ്ങൾ, കഴിവുകൾ, പരിമിതികൾ എന്നിവ കൃത്യമായി അപഗ്രഥിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തിൻ്റെ സുസ്ഥിര വികസനത്തിനായുള്ള വികസന പദ്ധതികളും വിവിധ മണ്ണ് ജലസംരക്ഷണ പദ്ധതികളും ശാസ്ത്രീയമായി നടപ്പിലാക്കുകയും ചെയ്യുക എന്ന പ്രധാന ലക്ഷ്യത്തോടെയാണ് മണ്ണ് പര്യവേക്ഷണ സംരക്ഷണ വകുപ്പ് പ്രവർത്തിക്കുന്നത്. വാട്ടർഷെഡ് അടിസ്ഥാനത്തിൽ ഉള്ള വികസന പ്രവർത്തനങ്ങൾക്കും മണ്ണിൻ്റെ ആരോഗ്യ പരിപാലനത്തിനും ഭൂവിഭവ സമാഹരണത്തിനും ഊന്നൽ നൽകിയാണ് ഈ വകുപ്പ് പ്രവർത്തിക്കുന്നത്. സുസ്ഥിര വികസനത്തിനായി പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണവും പാരിസ്ഥിതിക പുനരുജ്ജീവനവും ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ ഭൂവിഭവ പരിപാലനത്തിലൂടെയും മണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിലൂടെയും സുസ്ഥിര കാർഷിക ഉൽപ്പാദനവും സ്വയം പര്യാപ്തതയുമാണ് ഈ വകുപ്പ് ഉന്നം വെക്കുന്നത്. മണ്ണ് സംരക്ഷണ വകുപ്പിൻ്റെ ദൗത്യം: ഭൂവിഭവ സംരക്ഷണം ലക്ഷ്യമാക്കി പൊതുജന പങ്കാളിത്തത്തോടെയുള്ള നീർത്തടാധിഷ്ഠിത വികസന പദ്ധതിയുടെ മേൽനോട്ടവും നടത്തിപ്പും പ്രകൃതി വിഭവ സംരക്ഷണത്തിനെക്കുറിച്ചുള്ള അറിവിൻ്റെയും പ്രായോഗിക പരിജ്ഞാനത്തിൻ്റെയും വ്യാപനം, ആധുനിക സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സംസ്ഥാനമൊട്ടാകെയുള്ള മണ്ണ് ഭൂവിഭവങ്ങളുടെ വിവരശേഖരണവും വിജ്ഞാന വ്യാപനവും, ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ ഭൂവിനിയോഗ നിർണയം, മണ്ണിൻ്റെ ആരോഗ്യ പരിപാലന സംരക്ഷണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാന വ്യാപനം, മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനുഷ്യന് മണ്ണ് നൽകുന്ന സേവനങ്ങളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തൽ. ചുമതല: വിശദ മണ്ണ് പര്യവേക്ഷ പ്രവർത്തനങ്ങളിലൂടെ സംസ്ഥാനത്തിന്റെ സുസ്ഥിര കാർഷിക വികസനത്തിനുള്ള ഭൂവിജ്ഞാന വിവരശേഖരണവും വ്യാപനവും, ഓരോ പ്രദേശത്തിന്റെയും സമഗ്ര വികസനത്തിനു വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഉതകുന്ന അടിസ്ഥാന രേഖയായ പഞ്ചായത്ത് തല വിശദ മണ്ണ് ഭൂവിഭവ റിപ്പോർട്ടുകളുടെയും ഭൂപടങ്ങളുടെയും പ്രസിദ്ധീകരണം, കർഷകരുടെ പുരയിടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മണ്ണു സാമ്പിളുകളുടെ രാസപരിശോധനയും സോയിൽ ഹെൽത്ത് കാർഡ് വിതരണവും, പശ്ചിമഘട്ട വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നീർത്തടങ്ങളുടെ തിരഞ്ഞെടുപ്പും അനുബന്ധ മണ്ണ് പര്യവേക്ഷണ പ്രവർത്തനങ്ങളും, ഫലഭൂഷ്ഠമായ മേൽമണ്ണ് ജലസംരക്ഷണത്തിലൂടെയുള്ള കാർഷിക ഉൽപാദന വർധനവ്, മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുടെ ബലപ്പെടുത്തൽ. മണ്ണ് സംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികൾ: നീർത്തട അടിസ്ഥാനത്തിലുള്ള മണ്ണ് ജല സംരക്ഷണ പദ്ധതി, വെള്ളപ്പൊക്കവും കാർഷിക വരൾച്ചയും പരിമിതപ്പെടുത്തുവാനും കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ട് നീർത്തട അടിസ്ഥാനത്തിൽ നബാർഡ് ധനസഹായത്തോടെ മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നീർച്ചാൽ ശൃംഖലയുടെ സംരക്ഷണം വഴി വെള്ളപ്പൊക്ക നിവാരണത്തോടൊപ്പം പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനവും നെൽകൃഷിയിടങ്ങളിലെ ഡ്രെയിനേജ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പരിസ്ഥിതി പുനരുജ്ജീവനവും കാർഷിക മേഖലയുടെ ഉന്നമനവും പദ്ധതി നിർവഹണത്തിലൂടെ ലക്ഷ്യമിടുന്നു. ചെലവ് കുറഞ്ഞ പരിസ്ഥിതി സൗഹൃദ കാർഷിക സംരക്ഷണ രീതികൾ നടപ്പിലാക്കുന്നതിന് പദ്ധതി പ്രാധാന്യം നൽകുന്നു. മണ്ണ് പരിശോധനശാലകൾ: മണ്ണ് പര്യവേക്ഷണ പഠനങ്ങളുടെ ഭാഗമായുള്ള മണ്ണിന്റെ വർഗീകരണത്തിന് രാസപരിശോധന അത്യന്താപേക്ഷിതമാണ്. മണ്ണ് പര്യവേക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശേഖരിക്കുന്ന വിവിധ മണ്ണ് ശ്രേണികളിലുള്ള മണ്ണ് സാമ്പിളുകളുടെ ഭൗതിക രാസപരിശോധനകളും സോയിൽ ഹെൽത്ത് കാർഡ് വിതരണത്തിനുള്ള മണ്ണ് സാമ്പിളുകളുടെ പരിശോധനയും ഈ പദ്ധതിയിൽ നടത്തിവരുന്നു. 6 ലക്ഷത്തോളം സോയിൽ ഹെൽത്ത് കാർഡുകൾ വിവിധ പദ്ധതികളായി വിതരണം ചെയ്തിട്ടുണ്ട്. വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കർഷകർക്ക് തങ്ങളുടെ കൃഷിയിടത്തിലെ മണ്ണിനെ ഫലപുഷ്ടി വിവരങ്ങളും അവിടെ കൃഷി ചെയ്യുന്ന വിളകൾക്ക് ആവശ്യമായ കൃത്യമായ വളപ്രയോഗ ശുപാർശയും വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്ന മണ്ണിനെ അറിയാം മൊബൈലിലൂടെ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലെ കർഷകർക്കും മൊബൈലിലൂടെ ഈ സേവനം ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാല നിർദ്ദേശപ്രകാരമുള്ള രാസവള ശുപാർശകളും ജൈവവള ശുപാർശകളും ഇതിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട്. കൃഷി വകുപ്പുമായി ചേർന്ന് മണ്ണ് വിവരങ്ങൾ ശേഖരിക്കുക, സംഭരിക്കുക, പങ്കിടുക, കൈകാര്യം ചെയ്യുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള സോയിൽ ഡിജിറ്റൽ പോർട്ടലിന്റെ വികസനവും
സംസ്ഥാനമൊട്ടാകെയുള്ള കർഷകർക്ക് സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്യുന്നതിനുമുള്ള മണ്ണ് പരിശോധനാ ക്യാമ്പുകൾ ഏകോപനവും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. സോയിൽ ഇൻഫർമാറ്റിക്സ് ആൻഡ് പബ്ലിക്കേഷൻ സെൽ വിവിധ ഭൂവിഭവ വികസന പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമായ മണ്ണ് പര്യവേക്ഷണ റിപ്പോർട്ടുകളും ബുള്ളറ്റിനുകളും പ്രസിദ്ധീകരിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കൂടാതെ ജില്ലാതല ആസൂത്രണത്തിന് ആവശ്യമായ അടിസ്ഥാന വിവരങ്ങൾ നൽകുന്ന മണ്ണ് പര്യവേക്ഷണം, പഞ്ചായത്തുകളിലെ വിശദ മണ്ണ് പര്യവേക്ഷണം, മുൻകാലങ്ങളിൽ വിശദ മണ്ണ് പര്യവേക്ഷണം നടത്തിയ സ്ഥലങ്ങളിൽ അതിനുശേഷം മണ്ണിന് സംഭവിച്ച ഭൗതിക മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മണ്ണ് പര്യവേക്ഷണ പുനർനിർണയം എന്നീ പ്രവർത്തനങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കി വരുന്നു. ഭൂവിഭവങ്ങളുടെ സംരക്ഷണത്തിനും മേൽനോട്ടത്തിനുമുള്ള ഉപദേശങ്ങൾ നൽകുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മണ്ണ് പര്യവേക്ഷണ ഭൂപടങ്ങൾ തയ്യാറാക്കുക, അവരുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ സാങ്കേതിക വിവരങ്ങൾ നൽകുക എന്നിവയും ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കി വരുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടംഫോസ്. ഫാക്ടിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടംഫോസ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിൻ്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിൻ്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടംഫോസ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20.5-00-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20.5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-00-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്ക് രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15 FACT NPK 15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACTയിൽ നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും
നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിൻ്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിൻ്റെ ഇരട്ടാന മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക് എന്നത് FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ജൈവവളമാണ്. ഫാക്ട് ഓർഗാനിക് മണ്ണിൻ്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി തുടങ്ങിയവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ജൈവവളത്തിൽ 12% ഓർഗാനിക് കാർബണും ചെറിയ അളവിൽ NPKയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മൂലകങ്ങളും കൂടാതെ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ചെറിയ അളവിൽ നൽകുന്നു. ഫാക്ട് ഓർഗാനിക് എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക്കിൻ്റെ ഉപയോഗം മൂലം മണ്ണിരയുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്നു. കൂടാതെ മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. അമ്ലാവസ്ഥയും ക്ഷാരാവസ്ഥയും പോലുള്ള അസാധാരണ അവസ്ഥകളിൽ നിന്ന് മണ്ണിൻ്റെ pHനെ ഫാക്ട് ഓർഗാനിക് നിയന്ത്രിക്കുന്നു. ഫാക്ട് ഓർഗാനിക്കിൻ്റെ ഉപയോഗം മൂലം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കളത്തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് ഓർഗാനിക് പ്ലസ് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു കോഴി അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് ഓർഗാനിക് പ്ലസ്. കൂടാതെ ഈ ജൈവവളം FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ്. ഓർഗാനിക് പ്ലസ് മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലം നിർത്താനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് മണ്ണിൻ്റെ വൻതോതിലുള്ള സാന്ദ്രത കുറയ്ക്കുകയും അതുവഴി ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് പ്ലസിൽ 14% ഓർഗാനിക് കാർബണും 0.5% NPKയും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓർഗാനിക് പ്ലസ് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കളത്തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് പ്രോം ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ ഭാരത സർക്കാരിൻ്റെ PM പ്രണാം എന്ന സംരംഭത്തിന് കീഴിൽ FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്ന ജൈവ അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് പ്രോം. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണമേന്മയും ആവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് സാവധാനത്തിൽ പുറത്തുവിടുന്നതുമായ ഈ ജൈവവളം മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിന് ഏറെ സഹായകരമാകുന്നു. ഇതിൽ P2O5 ആയി 8% ഫോസ്ഫറസ് കൂടാതെ ചെറിയ അളവിൽ നൈട്രജൻ, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. പ്രോമിൻ്റെ പ്രയോഗം മൂലം മണ്ണിൻ്റെ ഓർഗാനിക് കാർബണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിൻ്റെ സുഷിരതയും ജലാംശം നിലനിർത്താനുള്ള ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇപ്രകാരം പ്രോം ഒരു മണ്ണ് കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. ഫാക്ട് FOM ഫെർമെൻറ്റഡ് ഓർഗാനിക് മാനുവർ ഫാക്ട് FOM പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്ത ജൈവവളമാണ്. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഫാക്ട് FOMൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറഞ്ഞത് 1 മുതൽ 2% വീതവും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. മണ്ണിൻ്റെ ഘടനയെ പരിപോഷിപ്പിക്കുകയും ചെടികൾക്ക് പോഷക ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന FOM ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കളത്തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. പ്രോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് PDM പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ് പൊട്ടാഷിൻ്റെ സ്വാഭാവിക ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൈവവളമാണ് ഫാക്ട് PDM. കരിമ്പ് പിഴിഞ്ഞു കെട്ടുന്ന ശർക്കരപ്പാവിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ജൈവവളത്തിൽ 14% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഈ ജൈവവളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടാതെ ചെറിയ അളവിൽ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. PDM ഉപയോഗിക്കുന്നത് മൂലം ചെടികളിലെ സസ്യ ഹോർമോണുകളെ ഉണർത്തി വിളകളുടെ അഭിവൃദ്ധിക്കും അതിനോടൊപ്പം തന്നെ മണ്ണിൻ്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി, മണ്ണിൻ്റെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ സൂക്ഷ്മാണുക്കൾ പെരുകി മണ്ണിൻ്റെ ഫലപുഷ്ടിയും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നു. ജൈവകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് PDM. എല്ലാ വിളകൾക്കും എല്ലാ മണ്ണിനും വിളകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് PDM അത്യുത്തമമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി PM പ്രണാം എന്ന പദ്ധതിയെപ്പറ്റി പരിചയപ്പെടാം.
2023 ജൂൺ 28 മാതൃഭൂമിയുടെ പുനരുദ്ധാരണം, അവബോധം വളർത്തൽ, പോഷണം മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കായുള്ള പ്രധാനമന്ത്രിയുടെ PM പ്രണാം എന്നറിയപ്പെടുന്ന ഒരു സംരംഭം ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ചു. കാർഷിക രീതിയിലേക്കുള്ള അനിവാര്യമായ മാറ്റം സൂചിപ്പിക്കുന്ന ഒരു പരിപാടിയാണിത്. രാജ്യത്തിന്റെ ദീർഘകാല ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ മണ്ണിന്റെ ആരോഗ്യത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക, രാസവളങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിൽ പ്രധാനമന്ത്രി പ്രണാം പദ്ധതി പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ പദാർത്ഥങ്ങൾ പരമ്പരാഗതമായി വിളവിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ മണ്ണിന്റെ ഗുണനിലവാരത്തിൽ അവയുടെ പ്രതികൂല സ്വാധീനം വ്യാപകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആശങ്ക പരിഹരിക്കുന്നതിൽ സന്തുലിത സമീപനത്തിനും വളപ്രയോഗത്തിനും സുസ്ഥിര കാർഷിക രീതികൾ സ്വീകരിക്കുന്നതിനും വേണ്ടി വാദിക്കാൻ സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ സംരംഭം ശ്രമിക്കുന്നു. പ്രധാന ഘടകം ഒരു റിവാർഡ് സിസ്റ്റത്തെ ചുറ്റിപ്പറ്റിയാണ്. രാസവളങ്ങളെ ആശ്രയിക്കുന്നത് പ്രകടമായി കുറയ്ക്കുന്ന സംസ്ഥാനങ്ങൾക്ക് സംരക്ഷിച്ച സബ്സിഡിയുടെ ഒരു ഭാഗം ലഭിക്കും. ഈ ഫണ്ടുകൾ സുസ്ഥിരമായ ഭൂപരിപാലന രീതികളെ പിന്തുണയ്ക്കുന്നതിനായി തന്ത്രപരമായി നിക്ഷേപിക്കാം. ആത്യന്തികമായി സംസ്ഥാനങ്ങളുടെ കാർഷിക പ്രവർത്തനങ്ങൾക്കും മൊത്തത്തിലുള്ള വികസനത്തിനും പ്രയോജനം ചെയ്യും. പദ്ധതിയുടെ ലക്ഷ്യം: PM പ്രണാം പ്രോഗ്രാം തന്ത്രപരമായ സമീപനത്തിലൂടെ ഇന്ത്യയിലെ മണ്ണിന്റെ ആരോഗ്യത്തിന്റെയും വളപ്രയോഗത്തിന്റെയും നിർണായക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു. രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിന് സമഗ്രമായ സമീപനം സ്വീകരിക്കാൻ സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. രാസവളങ്ങൾ കൂടാതെ ജൈവവളങ്ങളും പ്രകൃതിദത്ത ബദലുകളും സ്വീകരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ഈ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ ദീർഘകാല കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് മണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ തിരഞ്ഞെടുപ്പുകൾക്കായി വാദിച്ചുകൊണ്ട് രാസവളങ്ങൾക്ക് സബ്സിഡി നൽകാനുള്ള സർക്കാരിന്റെ ഭാരം കുറയ്ക്കാനും പരിപാടി ലക്ഷ്യമിടുന്നു. റിസോഴ്സ് അലോക്കേഷനിലെ ഈ മാറ്റം സുസ്ഥിര കൃഷിരീതികൾക്കായുള്ള പ്രേരണയ്ക്കൊപ്പം യോജിച്ച് രാസ ഇൻപുട്ടുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്ന സർക്കാർ സംരംഭങ്ങളിൽ നിക്ഷേപം സാധ്യമാക്കുന്നു. പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: സമതുലിതമായ രാസവളങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും ജൈവവളങ്ങൾ, ജൈവ ബദലുകൾ എന്നിവയ്ക്ക് പുറമെ രാസവളങ്ങൾക്ക് പ്രോത്സാഹനങ്ങൾ നൽകുന്നതിലൂടെയും വിവിധ തരം വളങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ലഘൂകരിക്കുന്നതിനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. സുസ്ഥിര സമ്പ്രദായങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, സംയോജിത കൃഷി സമ്പ്രദായങ്ങൾ, സൂക്ഷ്മ ജലസേചനം തുടങ്ങിയ പുനരുൽപാദന കാർഷിക തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ദീർഘകാല ചെലവുകൾ കുറയ്ക്കുക. ഇതര മാർഗങ്ങൾ സ്വീകരിച്ച് സർക്കാർ മറ്റ് സംരംഭങ്ങൾക്കായി സബ്സിഡി ഭാരം കുറയ്ക്കുക എന്നതും ലക്ഷ്യമിടുന്നു. സ്കീമിന്റെ ആവശ്യകത: തുടക്കത്തിൽ വിളവ് വർദ്ധിപ്പിക്കുന്ന രാസവളങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ മണ്ണിന്റെ ഗുണനിലവാരത്തെ ദോഷകരമായി ബാധിക്കുകയും കാലക്രമേണ പരിസ്ഥിതിയെയും കാർഷിക ഉൽപാദനക്ഷമതയെയും ബാധിക്കുകയും ചെയ്യും. ഈ പ്രശ്നത്തെ ചെറുക്കുന്നതിന് സുസ്ഥിരമായ കൃഷി രീതികളിലേക്ക് മാറേണ്ടത് അത്യാവശ്യമാണ്. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക മാത്രമല്ല, പരിസ്ഥിതി സൗഹൃദ രീതികളെ പ്രോത്സാഹിപ്പിക്കുകയും ജൈവവളങ്ങൾക്കും ജൈവ ഓപ്ഷനുകൾക്കും വേണ്ടി വാദിച്ചുകൊണ്ടാണ് PM പ്രണാം എന്ന സ്കീമിന്റെ ആവശ്യകത. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. FACT കാർഷിക സ്പോൺസർഡ് പരിപാടി.